നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. നമസ്കാരം. കുറച്ചു ദിവസം കൊണ്ട് തന്നെ ശ്രദ്ധേയമായി മാറിയ പരമേശ്വരി രാമായണ കലോത്സവത്തിന്റെ സമാപന സഭ നമ്മുടെ കണ്ണൂർ വെച്ച് നടക്കുകയാണ്. തിരുവങ്ങാട് ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹത്തോടെ നടക്കുന്ന രാമായണ കലോത്സവ സമാപന സഭയിലേക്ക് എല്ലാ മഹത്വ്യക്തികളെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഗോകുല പ്രാർത്ഥനയാണ്. ഗോകുല പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുമാരി നിവേദിതയെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്വാഗതം ആശംസിക്കുന്നത് പരമേശ്വരി രാമായണ കലോത്സവത്തിന്റെ കണ്ണൂർ മേഖല സംയോജകൻ ശ്രീ അജയ് കുമാർ ജിയാണ്. അദ്ദേഹത്തെ അതിനാൽ ക്ഷണിച്ചുകൊള്ളുന്നു. അജയ് ജി, ദയവായി വന്നാലും. നമസ്തേ. പരമേശ്വരിയും 1195 രാമായണ കലോത്സവം ഒരു മാസം നീണ്ടു നിൽക്കുന്ന കലോത്സവ പരിപാടികൾക്ക് കണ്ണൂരിൽ സമാപനം കുറിക്കുകയാണ്. ഈ സമാപന സഭയിലേക്ക് മുഴുവൻ ആളുകളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ലോകം മുഴുവൻ കോവിഡ് എന്ന രോഗത്തിൻ്റെ ഭീതിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബാലികാ ബാലന്മാർക്ക് മുതിർന്നവരെക്കാൾ ഉപരി വീടിനെ തീർത്തും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ആണ് നിലനിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ബാലഗോകുലം രാമായണ കലോത്സവവുമായി മുന്നോട്ട് വന്നത്. ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് 3-4 മാസക്കാലമായി വീട്ടിൽ കഴിയുന്ന കുട്ടികൾക്ക് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികളുടെ പ്രതിനിധികളായി ചുരുങ്ങിയത് 1000 കുട്ടികൾക്കെങ്കിലും ഈ ലോക്ക്ഡൗണിൻ്റെ പിരിമുറുക്കത്തിൽ നിന്ന് ചെറിയ ആശ്വാസം ലഭിക്കാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഈ സമാപന സഭയിലേക്ക് നമ്മൾ കടക്കുന്നത്. ഈ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബാലഗോകുലത്തിൻ്റെ പൊതു കാര്യദർശി ശ്രീ KN സജികുമാർ ജിയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ഈ പ്രൗഢഗംഭീരമായ സമാപന സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ സംഗീതരത്നം ശ്രീ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ അവർകളാണ്. അദ്ദേഹത്തെ പരമേശ്വരിയും 1195 രാമായണ കലോത്സവ സമിതിയുടെ പേരിൽ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ മുഖ്യ ആകർഷണം പരമേശ്വരിയും രാമായണ കലോത്സവ സമിതി ഏർപ്പെടുത്തിയ
ലവകുശ പുരസ്കാരത്തിന് അർഹമായ കേരളത്തിൻ്റെ ലോകത്ത് മുഴുവൻ അറിയപ്പെടുന്ന ലവകുശന്മാരായിട്ടുള്ള ശ്രീ രാഹുൽ, ആദിദേവ് എന്നിവരാണ്. പുരസ്കാരം സ്വീകരിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ശ്രീ രാഹുലിനും ആദിദേവിനും പരമേശ്വരിയും രാമായണ കലാസമിതിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിയുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമുക്ക് സുപരിചിതനായിട്ടുള്ള ശ്രീ വത്സൻ തില്ലങ്കേരി അവറുകളാണ്. രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രാന്തീയ വിദ്യാർത്ഥി പ്രമുഖും പ്രകൃതി വിദ്യാനികേതൻ പ്രിൻസിപ്പളുമായ ശ്രീ വത്സൻ തില്ലങ്കേരിയെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ സന്ദേശം നൽകുന്നത് ബാലഗോകുലത്തിൻ്റെ സ്ഥാപകനും മാർഗദർശിയുമായിരുന്ന മാനനീയ MA കൃഷ്ണൻ അവറുകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പരിപാടിയിലെ വിശിഷ്ടാതിഥികളായി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ കണ്ണൂരിൻ്റെ അഭിമാനമായുള്ള ചലച്ചിത്ര താരം ശ്രീ വിനീത് ശ്രീനിവാസൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ സമാപന പരിപാടിയിൽ സംബന്ധിക്കുന്ന ബാലഗോകുലത്തിൻ്റെ സംസ്ഥാന കാര്യദർശി ശ്രീ NV പ്രജിത്ത് മാസ്റ്റർ തുടങ്ങി ഈ പരിപാടി നേരിട്ടും പിന്നീടും വീക്ഷിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്തേ. നമസ്തേ. പരമേശ്വരിയും രാമായണ കലോത്സവത്തിന്റെ സമാപന സഭയുടെ ഈ വേദിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ബാലഗോകുലത്തിന്റെ പൊതുകാര്യദർശിയായ ശ്രീ KN സജികുമാർജിയാണ്. അദ്ദേഹത്തെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. സജികുമാർജി, ദയവായി വന്നാൽ. ബാലഗോകുലം സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പരമേശ്വരീയം 1195 രാമായണ കലോത്സവത്തിന്റെ ഈ സമാപന സഭയിൽ പങ്കെടുക്കുന്ന വിശിഷ്ട അതിഥികൾ, ഈ പരിപാടി ശ്രമിക്കുന്ന ഗോകുലാംഗങ്ങൾ, ബാലഗോകുല സംഘ പ്രവർത്തകർ, ബാലഗോകുല ബന്ധുക്കൾ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. രാമായണത്തെ ജനകീയമാക്കിയ ബാലഗോകുലത്തിൻ്റെ തുടക്കക്കനം കൂടിയായ സ്വർഗീയ P. പരമേശ്വരജിക്ക് ബാലഗോകുലം നൽകുന്ന ദക്ഷിണയാണ് ഈ പരമേശ്വരീയം 1195 രാമായണ കലോത്സവം. ഈ രാമായണ കലോത്സവത്തിന് ഇന്ന് ഈ വേദിയിൽ തിരശീല വീഴുകയാണ്. 10,000 മത്സരാർത്ഥികൾ, 15 ഇനങ്ങളിൽ 1,00,000 മത്സരങ്ങളിലൂടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഓൺലൈൻ കലോത്സവമാക്കി ഈ പരമേശ്വരീയത്തെ മാറ്റുവാൻ പ്രവർത്തിച്ച മുഴുവൻ ബാലഗോകുല പ്രവർത്തകർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. ലോകമാകെ പടർന്നു പിടിച്ച കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി
ശ്രീ നരേന്ദ്രമോദിജി മാർച്ച് 22-ന് ജനതാ കർഫ്യൂ പ്രഖ്യാപിക്കുകയാണ്. ആ ജനതാ കർഫ്യൂവിന്റെ പ്രഖ്യാപനം വന്ന ദിവസം മുതൽ ബാലഗോകുലത്തിന്റെ പ്രവർത്തകർക്കും കുട്ടികൾക്കും സംഘടനാ പ്രവർത്തനത്തിലൂടെ ആത്മവിശ്വാസവും ഉല്ലാസവും വിജ്ഞാനവും പകർന്നു നൽകുവാൻ ബാലഗോകുലം പരിശ്രമിച്ച് പോരുകയാണ്. മാർച്ച് 25-ന് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രവർത്തകർക്കും കുട്ടികൾക്കും മുന്നിൽ ശരീര പദ്ധതി, വായനാ പദ്ധതി, പഠന പദ്ധതി, രചനാ പദ്ധതി, ശ്രമ പദ്ധതി എന്നിങ്ങനെ പഞ്ചശീല പദ്ധതി എന്ന പേര് നൽകിയ ഒരു കാര്യക്രമം നിശ്ചയിച്ചു. ആരോഗ്യ, വിജ്ഞാന, സാഹിത്യ, സേവന, കാർഷിക, സാംസ്കാരിക രംഗങ്ങളിലെ വിവിധ പ്രവർത്തനങ്ങളിലൂടെ സംഘടനയ്ക്ക് മുന്നോട്ട് പോകുവാൻ ഈ പദ്ധതി ഏറെ സഹായകരമായി. എൻ്റെ കൈനീട്ടം എൻ്റെ നാടിന് എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് വിഷു ആഘോഷങ്ങൾ മാറ്റിവെച്ച നമ്മളുടെ കുട്ടികൾക്ക് കിട്ടുന്ന കൈനീട്ടം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്ത ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത ഈ സംഭവം കേരള ജനതയുടെ മുക്തകണ്ഠമായ പ്രശംസ ഏറ്റുവാങ്ങി. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. തൃശ്ശൂരിനെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത് തൃശ്ശൂർ പൂരവുമാണ്. എന്നാൽ ഇത്തവണത്തെ പ്രത്യേക സാഹചര്യത്തിൽ തൃശ്ശൂർ പൂരം മാറ്റിവെക്കപ്പെട്ടു. തൃശ്ശൂർ പൂരം മാറ്റിവെച്ചപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൃഷിയെക്കുറിച്ചും കാർഷിക വൃത്തിയെക്കുറിച്ചും അവബോധം ഉണ്ടാക്കിക്കൊണ്ട് കൃഷിയിലേക്ക് കുട്ടികളുടെ ശ്രദ്ധ തിരിക്കുന്നതിനും അവർക്കതിന് താല്പര്യമുളവാക്കുന്നതിനും തൃശ്ശൂർ മേഖല ഏറ്റെടുത്ത അവർ നടത്തി വിജയിപ്പിച്ച കൃഷിപൂരം എന്ന പരിപാടി കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെട്ടു. ലോക പരിസ്ഥിതി ദിനത്തിൽ ഭൂമിക്കൊരു ദക്ഷിണ എന്ന പേരിൽ ലക്ഷക്കണക്കിന് വൃക്ഷത്തൈകൾ നമുക്ക് കേരളത്തിൽ വിതരണം ചെയ്യാനായിട്ട് സാധിച്ചു. ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. നമുക്കറിയാം, നമ്മളുടെ ബാലഗോകുലത്തിന്റെ സാന്ദീപനിയാണ് ശ്രീ കുഞ്ഞുണ്ണി മാസ്റ്റർ. കുഞ്ഞുണ്ണി മാസ്റ്ററുടെ ജന്മദിനത്തിൽ ബാലഗോകുലം സർഗോത്സവം എന്ന പേര് നൽകിക്കൊണ്ട് ഓൺലൈൻ മത്സരം സംഘടിപ്പിച്ചു. ഏറെ ശ്രദ്ധേയമായിരുന്നു ഈ മത്സരം. തിരുവനന്തപുരം ഗ്രാമജില്ല തയ്യാറാക്കിയ ഡിജിറ്റൽ സമീക്ഷ, വിവിധ ജില്ലകൾ ഏറ്റെടുത്ത വിവിധ ഓൺലൈൻ പരിപാടികൾ, ഇവയെല്ലാം കൊച്ചിയിൽ ആരംഭം കുറിച്ച മായാഗോകുലം എന്ന ഗോകുല സങ്കല്പത്തിന് ചേർന്നതായി. ഇന്ന് 1600-ലധികം സ്ഥലങ്ങളിൽ മായാഗോകുലം ആഴ്ച തോറും പ്രവർത്തിക്കുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ ഗുരുപൂജ ആരോഗ്യ രംഗത്തെ പ്രവർത്തകരെ ആദരിച്ചുകൊണ്ട് മാതൃകാപരമായി സംസ്ഥാനമൊട്ടാകെ നടത്തി വിജയിപ്പിക്കുവാൻ സാധിച്ചു. ഇങ്ങനെ ലോക്ക്ഡൌണിൽ കാലത്ത് ആരംഭിച്ച വിവിധ പ്രവർത്തനങ്ങൾ ഇന്ന് രാമായണ മാസത്തിൽ എത്തി നിൽക്കുന്നു. ഇന്നലെ രാമായണ മാസ ആചരണത്തിന്റെ സമാപനം എന്ന് പറയുന്നത് വായിച്ച് പാരായണം ചെയ്ത് സമർപ്പിക്കുക എന്നതാണ് പരിപാടി. അങ്ങനെയുള്ള ശുഭമുഹൂർത്തത്തിൽ ഭാഷാപിതാവിന്, ആചാര്യന്, തുഞ്ചത്തെഴുത്തച്ഛന് ആദരവർപ്പിക്കുന്ന ആചാര്യവന്ദനം ലോകത്തിലെ മുഴുവൻ ഭൂഖണ്ഡങ്ങളിലും രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും സംസ്ഥാനത്തെ മുഴുവൻ താലൂക്കുകളിലും ഈ പരിപാടി ഭംഗിയായി നടക്കണം എന്ന് ബാലഗോകുലം ആഗ്രഹിച്ചു. നമ്മുടെ ആഗ്രഹത്തിനൊത്ത് ഏതാണ്ട് പൂർണ്ണമായ വിജയത്തോടെ ആ പരിപാടി സംഘടിപ്പിക്കുവാൻ ബഹുജന പങ്കാളിത്തത്തോടെ കേരളത്തിലെ മുഴുവൻ ഹൈന്ദവ ഭവനങ്ങളെയും ഈ പരിപാടി നടത്തി വിജയിപ്പിച്ചതിലൂടെ വലിയ വിജയമാക്കാൻ നമുക്ക് സാധിച്ചു എന്നത് ചരിതാർത്ഥ്യജനകമാണ്. അതുപോലെ തന്നെ നമ്മളുടെ വിവിധ കാണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മത്സരങ്ങൾ സംഘടിപ്പിച്ചു. കർക്കിടക തലേന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ പരിപാടി, തുടർന്ന് നടന്ന വിവിധ കാണ്ഡങ്ങളുടെ ഉദ്ഘാടന പരിപാടികൾ, അതോടൊപ്പം എല്ലാ ദിവസവും മലപ്പുറം മേഖലയിലെ തുഞ്ചംപറമ്പ് സ്ഥിതി ചെയ്യുന്ന തിരൂരിൽ നിന്നും വന്ദേ രാമാനുജം എന്ന പേരിൽ മലപ്പുറം മേഖലയ്ക്ക് ദിവസം തോറും ഒരു പരിപാടി സംഘടിപ്പിക്കാൻ, പ്രഭാഷണവും പാരായണവും ഒക്കെ സംഘടിപ്പിക്കുവാനായിട്ട് സാധിച്ചു. രാമായണ ദർശനം എന്ന പേരിൽ മൈപ്പീലി യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിച്ച രാമായണ സന്ധ്യ
ഏറെ ശ്രദ്ധേയമായി. വിവിധ പരിപാടികളിൽ ഗായകരായ KS ചിത്ര, G വേണുഗോപാൽ, വൈക്കം വിജയലക്ഷ്മി, കാവാലം ശ്രീകുമാർ, കവി മധുസൂദനൻ നായർ, വിവിധ സന്യാസി ശ്രേഷ്ഠന്മാർ, സാഹിത്യകാരന്മാർ, ആചാര്യ പ്രമുഖർ, സംഘ ചുമതലക്കാർ, ഇങ്ങനെ വിവിധ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട്, കലോത്സവവേദിയിൽ അവരുടെ സാന്നിധ്യം കൊണ്ട് ഏറെ ഭംഗിയായി. എല്ലാവർക്കും ബാലഗോകുലത്തിന്റെ നന്ദി അറിയിക്കട്ടെ. ഇന്ന് ബാലഗോകുലം നൽകുന്ന ലവകുശ പുരസ്കാരം സ്വീകരിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളത് രാമായണ മത്സരങ്ങളിലൂടെ ഏറെ ശ്രദ്ധേയരായ രാഹുലും ആദിദേവുമാണ്. പുരസ്കാര ജേതാക്കൾക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. പരമേശ്വര്യം ഒരു വലിയ വിജയമാക്കി തീർക്കുന്നതിന് പ്രവർത്തിച്ച ബാലഗോകുലത്തിന്റെ സംസ്ഥാന തലത്തിലും മേഖലാതലത്തിലും ജില്ലാതലത്തിലുമുള്ള പ്രവർത്തകന്മാരുണ്ട്. മത്സരത്തിൽ രജിസ്റ്റർ ചെയ്ത് മത്സരിച്ച മത്സരാർത്ഥികളുണ്ട്, വിജയികളായവരുണ്ട്, അവരുടെ രക്ഷകർത്താക്കളുണ്ട്. ഈ പരിപാടിയൊക്കെ വീക്ഷിച്ചുകൊണ്ട് ഈ പരിപാടിയെ ഏറെ സ്വാഗതം ചെയ്ത നല്ലവരായ രാമായണ പാരായണത്തിലൂടെ, പ്രഭാഷണത്തിലൂടെ എല്ലാം നമ്മളുടെ കൂടെ സഹകരിച്ച ധാരാളം മഹത്തുക്കളുണ്ട്. എല്ലാവർക്കും ബാലഗോകുലത്തിന്റെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്ന് ശ്രീകൃഷ്ണ ജയന്തി എത്തിച്ചേരുകയായി. ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ വൻ വിജയമാക്കുവാൻ ഏവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. തൃപ്തിഗീത. ഒരു ജന്മം കായാവായി തീർന്നെങ്കിലും ഒരു ജന്മം പയ്യായി വീണെങ്കിലും ഒരു ജന്മം കായാവായി തീർന്നെങ്കിലും ഒരു ജന്മം പയ്യായി വീണെങ്കിലും യദുകുല കന്യാ വിരഹങ്ങൾ തേങ്ങുന്ന യാമത്തിൽ രാധയായി പൂത്തെങ്കിലും കൃഷ്ണ
യമുനയിലോളങ്ങൾ നെയ്യുമ്പോഴും യദുകുല കാമ്പോജി മൂളുമ്പോഴും യമുനയിലോളങ്ങൾ നെയ്യുമ്പോഴും യദുകുല കാമ്പോജി മൂളുമ്പോഴും ഒരു നേരമെങ്കിലും നിന്റെ തൃപ്പാദങ്ങൾ കഴുകുന്ന പനിനീരായി തീർന്നില്ലല്ലോ കൃഷ്ണ. ഹൃദയത്തിൻ ശംഖിൽ ഞാൻ മാറില്ലല്ലോ. അപ്പോഴും നീ കള്ള ചിരി ചിരിച്ചു, അവൾ പൊതിയഴിച്ചു, പുണ്യം പങ്കുവച്ചു. അടിവാകത്താത്തിൽ ഞാൻ ഉണർന്നു കണ്ണാ, മിഴിനീരിൽ കാളിന്തി ഒഴുകി കണ്ണാ. അരുനാഴിയെല്ലെണ്ണ മറുജന്മം കൊടിമേലടിയട്ടയോ. തിരുമാറിൽ ശ്രീവത്സമാവട്ടയോ. അണിവാകച്ചാത്തിൽ ഞാൻ ഉണർന്നു കണ്ണാ, നീരിൽ കാളിന്തി ഒഴുകി കണ്ണാ. നമസ്കാരം. കൃഷ്ണന് മാല ചാർത്തി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ശ്രീ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സാർ ദയവായി വന്നാലും. വേദാനുദ്ധരത്തെ ജഗന്തിവദത്തെ ഭൂഗോളമുദ്വിപ്രഥേ ദൈത്യം ധാരയത്തെ ബലിം ക്ഷലയത്തെ ക്ഷത്രക്ഷയം കുർവതേ പൗലസ്ത്യം ജയത്തെ അലം കലയത്തെ കാരുണ്യമാതന്വതേ ക്ലേശാൻ മൂർച്ഛയതേ ദശാകൃതി ഹൃദേ കൃഷ്ണായ തുഭ്യം നമഃ. നമ്മുടെ ഈ വേദിയെ ധന്യമാക്കാൻ നമ്മുടെ ഉദ്ഘാടകനായി ഇവിടെ എത്തിച്ചേർന്ന ഒരു മഹത് വ്യക്തിത്വം, പ്രത്യേക പരിചയപ്പെടുത്തലിന്റെ ഒരാവശ്യം ഇല്ലാതൊരാൾ, വടക്കേ മലബാറിന്റെ അഭിമാനമായ, കേരളത്തിന്റെ തന്നെ അഭിമാനമായ ഡോക്ടർ ശ്രീ സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സാർ നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. മാഷേ, ദയവായി വന്നാലും. എല്ലാവർക്കും നമസ്കാരം. പരമേശ്വരീയം രാമായണ കലോത്സവത്തിൻ്റെ സമാപന ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഭക്തി നിർഭരമായ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ നാട്ടിൻ്റെ അഭിമാന പാത്രങ്ങളായിരിക്കുന്ന ഈ രണ്ട് പ്രതിഭാധനന്മാർ എന്തുകൊണ്ടും ലോകം മുഴുവനും ശ്രദ്ധിക്കപ്പെട്ട വ്യക്തികളാണ്. അറിവിൻ്റെ പ്രായം കൊണ്ട് അവരെത്രയോ ഉയർച്ചയിലാണുള്ളത്. നമ്മളൊക്കെ അറിവിൻ്റെ പ്രായം കൊണ്ട് അവരെ പ്രായം പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് പരമശം. ആ ഒരു സിദ്ധി പ്രകൃതീശ്വരി അനുഗ്രഹിച്ചു കൊടുത്തതാണ്. ഇപ്പോൾ ഈ COVID-19 എന്ന മഹാമാരിയെ ഭയന്ന് നമ്മളെല്ലാവരും നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രിയുടെയും ഒക്കെ കർശന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവരവരുടെ വീട്ടിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രയാസം, ഒരു മുഷിച്ചലാണ്. ഒരു ദിവസത്തിൻ്റെ സമയം എങ്ങനെ തള്ളി നീക്കാം എന്നുള്ളതാണ്. അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ചെറിയ മക്കളാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധങ്ങൾ കുറഞ്ഞു,
സൗഹൃദ ബന്ധങ്ങൾ കുറഞ്ഞു, ഒക്കെ കുറഞ്ഞു. വീട്ടിലിപ്പോൾ വെറും മൊബൈൽ കൊടുത്തുകൂടാ എന്ന് പറഞ്ഞതിൽ ഇപ്പോൾ മൊബൈൽ അവരുടെ കൈവശമാണ്. എങ്ങനെയായി മാറിയിരിക്കുക ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആയിട്ട്. പക്ഷേ ഈ മുഷിപ്പുകളും അല്ലെങ്കിൽ മുഷിച്ചലുകളും നമ്മുടെ രോഗങ്ങളും ഒക്കെ അകറ്റി നിർത്താൻ ഒരു സിദ്ധി ഭഗവാൻ നമുക്ക് അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. അത് ഓരോരുത്തരിലും ഓരോ സിദ്ധി, ഒരു വിത്ത് വിതച്ചിട്ടുണ്ട്. ആ വിത്ത് തന്നെയാണ് ഈ മഹൽ വ്യക്തികൾക്കും ഈ പൊന്ന മക്കൾക്കും ഈ ഭഗവാൻ കൊടുത്ത് അനുഗ്രഹിച്ചിരിക്കുന്നത്. അതാണ് പരമസത്യം. ആ സിദ്ധി മാത്രം മതി. എനിക്ക് പാടേണ്ട ഒരു കഴിവാണെന്ന്, ഒരു പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം മരുന്ന് ആയിട്ടുള്ള മറ്റൊന്നില്ല. മനസ്സാണ് നമ്മുടെ വിഷവും, മനസ്സാണ് നമ്മുടെ മെഡിസിനും. ആ മെഡിസിൻ്റെ ഒരു താങ്ങും തണലുമായിട്ട് നമുക്ക് ഉള്ളത് അമ്മ തന്നിരിക്കുന്ന, ഭഗവാൻ തന്നിരിക്കുന്ന സിദ്ധികൾ മാത്രമാണ്. പരമസത്യമാണ്. ഇന്ന് രാമായണം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലതും നമ്മൾ മനസ്സിലാക്കാൻ, ഇന്ന് നമുക്കുള്ളത് രാക്ഷസീയത്വം എന്നാണ് നമ്മുടെ ഇപ്പം ഈ ഒരു, ശരിക്കും പറഞ്ഞാൽ ഭൂമിക്ക് ഒരു എന്താ പറയുക, പ്യൂരിഫിക്കേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. മനുഷ്യനെ അങ്ങനെയായിട്ട് മാറിയിരിക്കുന്നു. രാമായണത്തിന് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാവും, എല്ലാവർക്കും അറിയുന്നതാണ്. രാമൻ്റെ ആയനം, രാമൻ്റെ യാത്ര. പക്ഷെ ഞാനൊരു പച്ച മലയാളത്തിൽ പറട്ടെ, രാക്ഷസീയത മായണം എന്നും നമുക്ക് രാമായണം എന്ന് നമുക്ക് ധരിക്കാമെന്ന് ഞാൻ തുറന്ന് ഞാൻ പറയുകയാണ്. നമ്മുടെ രാക്ഷസീയത കൊണ്ട് മാത്രമാണ് പ്രകൃതീശ്വരി ആകെ വിഷമിച്ചിരിക്കുന്നത്. ആ വിഷമങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെല്ലാം ഒഴിവാക്കി, പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും ഒക്കെ ഒഴിവാക്കി. ഈ ആൻറ്റിവൈറസ് നമുക്ക് മാത്രമാണ് ഇട്ട് തന്നിരിക്കുന്നത്. നമ്മൾ പഠിക്കാനുണ്ട്. ഇനിയും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും സൗഹൃദ ബന്ധങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അതിനൊക്കെ ഒരു താങ്ങും തണലായിട്ട് ഇരിക്കുന്നത് രാമായണം, ഭഗവത്ഗീത പോലുള്ള മഹാ പൗരാണിക ഗ്രന്ഥങ്ങളാണ്. സത്യമാണ്. ഏതായാലും ഈ ചെറിയ മക്കൾക്ക് കഴിഞ്ഞ തവണയും ഞാൻ അനൗൺസ് ചെയ്തതായിരുന്നു, എൻ്റെ അച്ഛൻ്റെ പേരിൽ ഒരു പുരസ്കാരം കൊടുക്കാം. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ചെയ്യേണ്ടത്. പക്ഷേ അന്നാണ് ഈ ലോക്ക്ഡൗൺ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് മാറ്റിവെക്കപ്പെട്ടിരിക്കുകയാണ്. അച്ഛൻ്റെ പേരിൽ 2 പുരസ്കാരം ഈ മക്കൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് മിക്കവാറും ഈ ഡിസംബർ കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും. ഈ പൊന്നുമക്കൾക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് സാക്ഷാന്തം ദൈവങ്ങളെ പ്രണമിച്ചുകൊണ്ട് ഞാൻ നേരുകയാണ്. നന്ദി, നമസ്കാരം. മാഷിൽ നിന്നും ഞങ്ങൾ കുട്ടികൾ ഒരു കൊച്ചു സമ്മാനം പ്രതീക്ഷിക്കുന്നു. ഒരു പാട്ട് പാടിത്തരാമോ? എനിക്കറിയാം മാഷി ഒരു പാട്ട് പാടിത്തരുമെന്ന്. എന്നാൽ നമുക്ക് എല്ലാവർക്കും കേൾക്കാം. ഹരിനാമകീർത്തനം ഉണരും പുലരിയിൽ തിരുവാകച്ചാർത്തു ഞാനോർത്തു പോകും. ഹരിനാമകീർത്തനം ഉണരും പുലരിയിൽ തിരുവാകച്ചാർത്തു ഞാനോർത്തു പോകും. ഒരു പിലി എങ്ങാനും കാണുമ്പോഴവിടുത്തേ, ഒരു പിലി എങ്ങാനും കാണുമ്പോഴവിടുത്തേ തിരുമുടി കൺമുന്നിൽ മിന്നിമായും. തിരുമുടി കൺമുന്നിൽ മിന്നിമായും. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. നമസ്കാരം. നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രാന്തീയ വിദ്യാർത്ഥി പ്രമുഖ് ശ്രീ വത്സൻ തില്ലങ്കേരിയാണ്.
നമ്മുടെ സ്വന്തം വത്സേട്ടൻ. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വത്സേട്ട, ദയവായി വന്നാലും. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. കുട്ടികളുടെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനമായ ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പരമേശ്വരീയം 2020 എന്ന പേരിൽ കേരളീയ ബാല്യത്തിന് കിളിപ്പാട്ടിൻ്റെ കരുതൽ എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് വൈവിധ്യമാർന്ന പരിപാടികൾ നടന്നു വരികയാണ്. കുട്ടികളുടെ ഓൺലൈൻ കലോത്സവങ്ങൾ, പ്രഭാഷണങ്ങൾ, പ്രമുഖരുമായുള്ള സംവാദങ്ങൾ, അങ്ങനെ വ്യത്യസ്തമായ പരിപാടികൾ നടക്കുകയാണ്. അതിൻ്റെ മംഗളകരമായ പര്യവസാനം എന്നുള്ള നിലക്കാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. പരമേശ്വരീയം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കേരളീയ വിവേകാനന്ദൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന മാനനീയ പരമേശ്വർജി, അദ്ദേഹത്തിൻ്റെ തിരോധാനം, ദേഹവിയോഗം നമ്മുടെ ഭാർഗവ കേരളത്തിലെ സാംസ്കാരിക മണ്ഡലത്തിലുണ്ടാക്കിയ ശൂന്യത ചെറുതല്ല. ഇന്നിപ്പോൾ രാമായണം കേരളത്തിൽ, അതുപോലെ തന്നെ മലയാളികൾ ഉള്ളയിടത്തെല്ലാം അധ്യാത്മരാമായണത്തിൻ്റെ പാരായണവും അതോടനുബന്ധിച്ചുള്ള പരിപാടികളും ഈ കോവിഡ് കാലത്തും നടക്കുന്നുണ്ട്. കർക്കിടക മാസം രാമായണ മാസമായി ആചരിച്ചു വരുന്നുണ്ട്. 1982 എറണാകുളത്ത് നടന്ന വിശാല ഹിന്ദു സമ്മേളനത്തിൻ്റെ തീരുമാനത്തെ പ്രകാരമാണ് കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കാൻ ആഹ്വാനമുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. അതിനു പുറകിലുള്ള പ്രേരണാ സ്രോതസ്സ് മാന്യ പരമേശ്വർജിയായിരുന്നു. ആദികാവ്യമായ രാമായണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഭാരതത്തിൻ്റെ ചിരന്തനമായ സംസ്കാരത്തിൻ്റെ പൂർവകാല വൈഭവത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ പൂർണ്ണമായും ഉൾച്ചേർന്ന ഒരു മഹത്തായ കൃതിയാണ്. വാത്മീകി മഹർഷി രാമായണം രചിച്ചതിന് ശേഷം അദ്ദേഹത്തെ സമീപിച്ച ബ്രഹ്മാവ് ഇങ്ങനെ അരുളി ചെയ്തു എന്നാണ് പറയുന്നത്: ഹേ മഹാകവേ, പർവ്വതങ്ങളുള്ള കാലത്തോളം, അവയിൽ നിന്ന് നദികൾ പ്രവഹിക്കുന്ന കാലത്തോളം ഭൂമിയിൽ രാമായണം നിലനിൽക്കും എന്ന്. അങ്ങനെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിയ ഒരു മഹത്തായ കൃതിയാണ് രാമായണം. നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഭാരതീയ തത്വചിന്ത എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രാമായണത്തിലെ ഓരോ പുറങ്ങൾ മറിയുമ്പോഴും ആയിരക്കണക്കിന് വർഷക്കാലത്തെ ഭാരത ചരിത്രത്തിൻ്റെ ഓരോ ഇതളുകളാണ് വിരിഞ്ഞു വരുന്നത് എന്ന് പറയുണ്ടായി. ഭാരതം ഇന്ന് കൊണ്ടു നടക്കുന്ന ഏറ്റവും ഉദാത്തമായ മൂല്യങ്ങൾ, സത്യവും ധർമ്മവും നീതിയും ഉൾപ്പെടെയുള്ള മുഴുവൻ മൂല്യങ്ങളും, അതിൻ്റെ എല്ലാം അടിസ്ഥാനമായിട്ടുള്ള നമ്മുടെ സവിശേഷതയായ കുടുംബ സങ്കല്പം, ഇതെല്ലാം രാമായണത്തിലൂടെയാണ് ഭാരതത്തിൽ ഗ്രാമാന്തരങ്ങളിലും ഓരോ വീടുകളിലും എത്തിച്ചേർന്നത്. വൈദേശിക ചരിത്രകാരന്മാർ അവരുടെ നിശ്ചിതവും സങ്കുചിതവുമായ താല്പര്യമനുസരിച്ച് ഏറ്റവും ചുരുക്കിക്കൊണ്ടുവന്നിട്ടും രാമായണത്തിന് 6000 കൊല്ലത്തെ പഴക്കം അവർ പറയുന്നുണ്ട്. 6 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ലോകത്തെ ഏറ്റവും ഗുണവാനും വീര്യവാനുമായുള്ള മനുഷ്യനാരാണ് എന്ന ചോദ്യത്തിന് വാത്മീകിക്ക് കിട്ടുന്ന ഉത്തരം ശ്രീരാമനാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് എല്ലാ ഗുണഗണങ്ങളും ഒത്തുചേർന്ന വ്യക്തിയാണ് അവിടുന്ന്. സുശീലം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ധൈര്യം ഉണ്ടാവില്ല.
സുശീലവും ധൈര്യവും ഉണ്ടാകുമ്പോൾ സത്യം ഉണ്ടാവണമെന്നില്ല. പക്ഷേ 15 ഗുണങ്ങൾ, ആ 15ഓളം ഗുണങ്ങളുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് ചോദ്യം. 50ഓളം ഗുണങ്ങളുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഉത്തരം. ഒരു സംശയവുമില്ലാതെ നാരദൻ പറയുന്നത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പേരാണ്. അതുകൊണ്ട് രാമോ വിഗ്രഹവാൻ ധർമ്മ മര്യാദ പുരുഷോത്തമ എന്ന് പറയും. ധർമ്മത്തിൻ്റെ വിഗ്രഹവും മര്യാദ പുരുഷോത്തമനുമാണ് ശ്രീരാമചന്ദ്രൻ. 6000 കൊല്ലം കഴിഞ്ഞിട്ടും നമ്മുടെ ഭാരതത്തിലെ ഏത് കൊച്ചുകുഞ്ഞിന് പോലും രാമൻ എന്താണ്, രാമൻ ആരാണ്, സീതയാരാണ്, രാമായണം എന്താണ് എന്ന് ഇന്നും അവരുടെ എല്ലാവരുടെയും രക്തത്തിലും മജ്ജയിലും മാംസത്തിലുമെല്ലാം ഉൾച്ചേർന്ന് കിടക്കുന്ന ഒരു ബോധമായി, വികാരമായി രാമനുണ്ട്. ഭാരതത്തിൽ മാത്രമല്ല, രാമായണത്തിൻ്റെ തരംഗം രാമസായകത്തോളം വേഗത്തിൽ 7 സമുദ്രങ്ങളും താണ്ടിയിട്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തും എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെയെല്ലാമുള്ള രാജ്യങ്ങളിലെ ആയിരക്കണക്കിന് തലമുറകൾ കഴിഞ്ഞിട്ടും അവിടെയെല്ലാമുള്ള ജനങ്ങൾ വളരെ കൃതജ്ഞതാപൂർവം കുലീനമായ രാമായണ സംസ്കൃതിയെയും രാമായണം പകർന്നു നൽകിയ മൂല്യബോധത്തെയും കുറിച്ച് ഇന്നും വളരെ ആദരവോടുകൂടി അതിനെ ഉൾക്കൊള്ളുകയും നെഞ്ചിലേറ്റുകയും ചെയ്യുന്നു എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം. രാമായണം സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം? രാമലക്ഷ്മണന്മാരെ ചേർത്തുകൊണ്ട് പറയുന്നു. അമ്മയും മകനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം? കൗസല്യയും രാമനും മികച്ച ഉദാഹരണമാണ്. എന്താണ് യഥാർത്ഥത്തിലുള്ള സ്വാമി ഭക്തി? എന്താണ് ഭക്തി എന്ന് പറയുന്നത്? അത് ഹനുമാനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറയുന്നു. അങ്ങനെ ഓരോ ഗുണഗണങ്ങളെ സംബന്ധിച്ചുള്ള മികച്ച പ്രോജ്വലമായ മാതൃകകൾ രാമായണത്തിലുണ്ട്. രാമായണം കുടുംബങ്ങളുടെ കഥയാണ് പറയുന്നത്. ഒരുപാട് കുടുംബങ്ങളുടെ കഥകൾ രാമായണത്തിലുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 3 കുടുംബങ്ങളുടെ കഥയാണ് രാമായണം പറയുന്നത്. അതിലൊന്ന് മനുഷ്യൻ്റെ കുടുംബമാണ്, അത് ദശരഥൻ്റെ കുടുംബമാണ്. മറ്റൊന്ന് രാക്ഷസൻ്റെ കുടുംബമാണ്, അത് ലങ്കയിലാണ്, രാവണൻ്റെ കുടുംബമാണ്. മറ്റൊന്ന് വാനരന്മാരുടെ കുടുംബമാണ്, അത് കിഷ്കിന്ധയിലാണ്. അങ്ങനെ അയോധ്യയിലും ലങ്കയിലും കിഷ്കിന്ധയിലുമായുള്ള 3 കുടുംബങ്ങളുടെ കഥയാണ് മൊത്തത്തിൽ രാമായണത്തിലുള്ളത്. രാവണൻ്റെ കുടുംബത്തിൽ, രാക്ഷസൻ്റെ കുടുംബത്തിൽ രാവണൻ സമ്പന്നനാണ്, രാവണൻ ബുദ്ധിമാനാണ്, പണ്ഡിതനാണ്, ഭക്തനാണ്. അതിൻ്റെ വരബലവും കരബലവും എല്ലാം ഉണ്ട്. അത് വെച്ചുകൊണ്ട് അദ്ദേഹം വിവാഹിതനാണ്, സുന്ദരിയായ ഭാര്യയുണ്ട്. പക്ഷേ തൻ്റെ സുന്ദരിയായ ഭാര്യയെ കൊട്ടാരത്തിൽ വെച്ചുകൊണ്ട് തന്നെ മറ്റൊരാളുടെ ധർമ്മപത്നിയെ കാമിക്കുന്ന ആ വികാരമാണ്, അതിരില്ലാത്ത ആ ഭോഗാസക്തിയാണ്, ലോഭമാണ്. അതാണ് രാക്ഷസീയത എന്ന് പറയുന്നത്. ധർമ്മപത്നിയായ സീതയെ കട്ടുകൊണ്ടുവരികയാണ്. തനിക്ക് അർഹിക്കാത്തത് മറ്റുള്ളവരുടേതെന്ന് പിടിച്ചു പറിക്കുന്ന മനോഭാവത്തെയാണ്, മോഷ്ടിച്ചു കൊണ്ടുവരുന്ന മനോഭാവത്തെയാണ്, ആ ചോരവൃത്തിയാണ് രാക്ഷസീയത എന്ന് പറയുന്നത്. അതുകൊണ്ട് രാവണൻ്റെ കുടുംബം അല്ലെങ്കിൽ രാവണൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അർഹിക്കാത്തത് കവർന്നെടുക്കുന്നതാണ്. അതിനെയാണ് രാക്ഷസീയത എന്ന് പറയുന്നത്. അവിടെ ഒരു മൂല്യബോധവുമില്ല, ധർമ്മബോധമില്ല. കിഷ്കിന്ധയിലേക്ക് പോയാൽ വാനര കുടുംബമാണ്. അവിടെ ജ്യേഷ്ഠാനുജന്മാരുണ്ട്, ബാലിയും സുഗ്രീവനും. കഥയെല്ലാം നമുക്കറിയാം. അവിടെ താര എന്ന് പറയുന്ന ഒരു സ്ത്രീരത്നമുണ്ട്. വാനരന്മാരെന്തറിഞ്ഞു വിഭോ എന്ന രാമായണത്തിൽ പറയുന്നുണ്ട്. വാനരന്മാർക്ക് മൂല്യബോധമോ സാഹോദര്യ ബന്ധമോ ഉത്തമ കുടുംബത്തെ കുറിച്ചുള്ള സങ്കല്പമോ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുക വയ്യ. താര ബാലിയുടെയും ഭാര്യയായിരുന്നു, സുഗ്രീവൻ്റെയും ഭാര്യയായിരുന്നു. ജ്യേഷ്ഠാനുജന്മാരുടെ ഭാര്യയാകേണ്ടി വന്നു ആ സ്ത്രീരത്നത്തിന്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം, വാനരന്മാരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. നോക്കൂ മനുഷ്യരുടെ കുടുംബത്തിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്ന്. രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതയെ അന്വേഷിച്ചുകൊണ്ട്
രാമലക്ഷ്മണന്മാർ വനത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു വനജോസിനിയായ സീതയെ തന്നിതാനിയും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സീതയെ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. കുറേ നടക്കുമ്പോൾ വഴിമധ്യേ കുറേ വാനരന്മാർ അവിടെ നിൽക്കുന്നുണ്ട്. അവർ ചോദിച്ചു, എന്താണ് നിങ്ങളിങ്ങനെ നടക്കുന്നത് എന്ന്. രാമൻ പറഞ്ഞു, എൻ്റെ പത്നി സീത, അവളെ കാണുന്നില്ല, ഞങ്ങൾ വനവാസത്തിന് വന്നതായിരുന്നു, അവളെ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന്. എപ്പോഴാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ രാമൻ അത് പറഞ്ഞു. വാനരന്മാർ പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ ധർമ്മപത്നിയായിരിക്കാനാണ് ഇട. ഞങ്ങളൊരു ദിവസം ഇവിടെ നിൽക്കുമ്പോൾ ആകാശത്തു കൂടി ഒരു സ്ത്രീയെ കട്ടുകൊണ്ടുപോകുന്നതാണെന്നാണ് തോന്നുന്നത്. ഒരു കരച്ചിൽ കേട്ട് ഞങ്ങൾ നോക്കുമ്പോൾ അവരൊരു പൊതിക്കെട്ട് താഴെയിട്ടിട്ടുണ്ട്. ഞങ്ങൾ അഴിച്ചു നോക്കുമ്പോൾ അതൊരു ആഭരണ പൊതിക്കെട്ടാണ്. ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങളത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങളുടെ സീതയുടേതാണോ എന്ന് ഉറപ്പുവരുത്തിക്കൊള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടേക്കാണ് അവരെ കൊണ്ടുപോയിരിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ ആ ആഭരണ പൊതി എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. വാനരന്മാർ അത് കൊണ്ടുവന്ന് രാമലക്ഷ്മണനോട് അത് അഴിച്ചു നോക്കാൻ പറഞ്ഞു. ലക്ഷ്മണൻ ആ ആഭരണ പൊതി അഴിച്ചു നോക്കി. ആരുടേതാണ് ആഭരണം എന്ന് മനസ്സിലായോ എന്ന് ലക്ഷ്മണനോട് രാമൻ ചോദിച്ചു. ലക്ഷ്മണൻ പറഞ്ഞത്, ഇതിൽ ആഭരണം കുറേയുണ്ട്. ഇതിലെ തോൾവള ആരുടേതാണെന്ന് എനിക്കറിയില്ല, ഒരു സ്ത്രീയുടേതാണ്. ഇതിലെ കുണ്ടലം ആരുടേതാണ്, മുക്കൂത്തി ആരുടേതാണ്, കണ്ടാഭരണം ആരുടേതാണ്, മെയ്യാഭരണം ആരുടേതാണ് എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇടറിക്കൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞത്, പക്ഷേ എനിക്കിതിലെ പാദസരം ആരുടേതാണെന്ന് മനസ്സിലായി. ഞാൻ എല്ലാ ദിവസവും കാലുതൊട്ട് വന്നിക്കുന്ന എൻ്റെ ജ്യേഷ്ഠപത്നിയായ സീതാദേവിയുടേതാണ് അത് എന്ന് പറഞ്ഞു. ഞാൻ സീതാദേവിയുടെ മുഖത്ത് നോക്കിയിട്ടില്ല ജ്യേഷ്ഠപത്നിയായതുകൊണ്ട്. അതുകൊണ്ട് അവരുടെ മുഖത്തെ ആഭരണം കണ്ടാഭരണമെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ ജ്യേഷ്ഠപത്നി ആയതുകൊണ്ട് എല്ലാ ദിവസവും കാലുതൊട്ട് നമസ്കരിക്കുന്നതുകൊണ്ട് എനിക്ക് പാദസരം മനസ്സിലായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വാൽമീകി രാമായണത്തിൽ മനോഹരമായി നാഹം ജാനാമി കേയൂര, നാഹം ജാനാമി കുണ്ടല, നൂപുരത്തെ ജാനാമി നിത്യം പാദാഭിവന്ദനാത് എന്നാണ് പറയുന്നത്. അതാണ് മനുഷ്യൻ്റെ കുടുംബത്തിൽ നടന്നത്. ഈ 3 കുടുംബങ്ങളുടെ കഥയുണ്ട്. രാക്ഷസ കുടുംബത്തിൽ രാക്ഷസീയതയാണ്, വാനര കുടുംബത്തിൽ അരാജകാവസ്ഥയാണ്. അവിടെ ബന്ധങ്ങൾ അതിൻ്റെ പവിത്രത ആചരിക്കപ്പെടുന്നില്ല. പക്ഷെ മനുഷ്യകുടുംബം, ആ മനുഷ്യകുടുംബത്തിൽ ബന്ധങ്ങളുടെ പവിത്രത, ബന്ധദാർഢ്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഒരു കുടുംബമായി മുന്നോട്ട് പോകുന്നത്. കുടുംബം നന്നായാൽ മാത്രമേ സമൂഹം നന്നാവൂ, സമൂഹം നന്നായാൽ മാത്രമേ രാഷ്ട്രം നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാന കേന്ദ്രം എന്ന് പറയുന്നത് കുടുംബമാണ്. ആ കുടുംബത്തിലെ ബന്ധങ്ങൾ ചേരേണ്ടതുപോലെ ചേരണം, ആ ബന്ധങ്ങൾ ദൃഢമാകണം. രാമായണം അങ്ങനെ ബന്ധങ്ങൾ ദൃഢമായാൽ എത്ര ശക്തമായിരിക്കും ആ കുടുംബമെന്നും, ബന്ധങ്ങൾ ശിഥിലമായാൽ എത്ര ദുർബലമായിരിക്കും ആ കുടുംബ ബന്ധങ്ങളെന്നും രാമായണം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് 10,000-കണക്കിന് വർഷമായി ഈ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ, നമ്മുടെ മൂല്യബോധത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ പ്രതീകമായി രാമായണവും അതിൻ്റെ സാകാര പ്രതീകമായി രാമനും ഉയർന്നു നിൽക്കുന്നത്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ സ്മരണകൾ ഇന്ന് ലോകത്തെമ്പായിടത്തും എല്ലായിടത്തും ഇരമ്പി നിൽക്കുകയാണ്. ഒരു കാലത്ത് രാമായണം എന്ന് പറയുന്നത് ചുട്ടരിക്കപ്പെടേണ്ട ഒരു കൃതിയാണ് എന്ന് പാടിയവരും പറഞ്ഞവരുമെല്ലാം ഉണ്ടായിരുന്നു. ജടയുടെ പനയോല കെട്ടൊക്കെ തീയിൽ ഇട്ടിരിക്കണം എന്ന് പാടിയ കവികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രാമായണത്തെ ബൽസിച്ച ആക്ഷേപിച്ച പുരോഗമനക്കാരും സാഹിത്യകാരന്മാരുമെല്ലാം ഉണ്ടായിരുന്നു. സാംസ്കാരിക നായകന്മാരെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയുള്ളവർ പോലും രാമായണത്തിൻ്റെ കാലിക പ്രസക്തിയെക്കുറിച്ച് പ്രഭാഷണങ്ങൾ നടത്തുന്നിടത്തേക്ക് രാമായണത്തിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ സമൂഹത്തിൽ കുടുംബ ബന്ധങ്ങളുടെ ശൈഥില്യം, അതുപോലെ തന്നെ നമ്മൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കാത്ത ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുകയാണ്. ഈ സമയത്ത് ആത്മീയ ബോധത്തിൻ്റെ, ആസ്തിക്യ ചിന്തയുടെ, മൂല്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു സമൂഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. വാൽമീകിയുടെ രാമായണം അതിൽ നിന്ന് അല്പം വ്യത്യാസമുണ്ട് നമ്മുടെ ആധുനിക മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിന്. എല്ലാ ഭാഷകളിലും, ഭാരതീയ ഭാഷകളിലും രാമായണമുണ്ട്. ഭക്തിയും തത്വചിന്തയും ഇതൾ വിരിയുന്ന, അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും സഹജമായ ആവശ്യമായിരുന്ന ആ ഭക്തിയും തത്വചിന്തയുമെല്ലാം
ഉൾച്ചേർത്ത മനോഹരമായ കൃതിയാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട്. ആ കിളിപ്പാട്ട് നമ്മുടെ കേരളത്തിലെ ഭാർഗവ കേരളത്തിലെ ലക്ഷക്കണക്കിന് ഗൃഹങ്ങളിൽ ഇന്നും പാരായണം ചെയ്യപ്പെടുകയാണ്. എഴുത്തച്ഛൻ്റെ രാമായണമാണ്, രാമൻ്റെ ചിന്തകൾ, രാമായണ ദർശനം നമ്മുടെ ഈ നാട്ടിൽ ഇത്രയും പ്രചുരപ്രചാരം നേടിയതിന് പുറകിലുള്ളത്. അദ്ദേഹത്തിൻ്റെ കവിതകൾ, കാകുൽസ്ഥലീലകൾ കേട്ടാൽ ഒരിക്കലും മതി വരാത്ത രീതിയിൽ കിളിപ്പാട്ട് നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരവുമായി അത്രയും അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇന്നത്തെ കേരളീയ സമൂഹത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ കുരുന്നുകൾക്ക്, ബാലികാ ബാലന്മാർക്ക് മൂല്യബോധമനുസരിച്ച് വളരാൻ, ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാകാൻ, ഈ മനുഷ്യജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ മോക്ഷത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ചിന്ത അവരുടെ ഉള്ളിൽ അങ്കുരിച്ച് ജീവിതം തന്നെ ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാക്കി മാറ്റാൻ നിശ്ചയമായും അവർക്ക് മാതൃകയാക്കാവുന്ന, അധുനാധുനമായ ഇന്നത്തെ കാലഘട്ടത്തിലും മാതൃകയാക്കാവുന്ന ഏറ്റവും സനാതനമായ പ്രാചീനമായ മാതൃക എന്ന് പറയുന്നത് അത് ധർമ്മത്തിൻ്റെ വിഗ്രഹമായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തന്നെയാണ്. ആ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ദർശനങ്ങൾ, അവിടുത്തെ വീക്ഷണങ്ങൾ, കാഴ്ചപ്പാടുകൾ, ജീവിതത്തെയും സമൂഹത്തെയും കുറിച്ചെല്ലാമുള്ള വീക്ഷണങ്ങൾ, അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ തലമുറക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ആത്യന്തികമായ വിജയം അതാണ് നമ്മുടെ എല്ലാ ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് യഥോ ധർമ്മസ്തോ ജയ എന്നുള്ളതാണ്. അവസാനം ധർമ്മമാണ് വിജയിക്കുക എന്നുള്ളത്. രാമായണവും അതുതന്നെയാണ് കാട്ടിത്തരുന്നത്. ധർമ്മവിജയത്തിന് വേണ്ടി പരിശ്രമം നടത്തുന്ന സമയത്ത് എല്ലാവരും അതിനെ സഹായിക്കുമെന്നുള്ളതാണ്. മനുഷ്യൻ്റെ കൂടെ ചരാചരങ്ങൾ ഒരുമിച്ച് നിൽക്കുമെന്നുള്ളതാണ്. വാനരന്മാരും പക്ഷികളും ചെടികളും എല്ലാവരും, രാക്ഷസന്മാരുടെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകൾ പോലും ഇപ്പുറത്ത് വരുമെന്നാണ് വിഭീഷണൻ്റെ കഥ സൂചിപ്പിക്കുന്നത്. ചിന്താവിഷ്ടയായ സീതയിൽ കുമാരനാശാൻ പറയുന്ന പോലെ തരുപക്ഷി മൃഗങ്ങളോടും ഇന്നരരോടും സുരരോടും ഒന്നുപോൽ ഒരു മട്ടിവരുള്ളിലെന്തും ആ സരള സ്നേഹരസം നിനപ്പു ഞാൻ എന്നാശാൻ പറയുന്നുണ്ട്. അങ്ങനെ പ്രകൃതിയോടെല്ലാം ഒരുപോലെയുള്ള ഭാവനയോടുകൂടി കണ്ട് എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തി അണ്ണാരക്കണ്ണനെയും തന്നാലായ വിധം ഈ കർമ്മത്തിൽ പങ്കെടുക്കുന്ന അണ്ണാരക്കണ്ണനെ പോലും പ്രേമപൂർവം പുറത്ത് തലോടിയ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ, ആ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ദർശനമനുസരിച്ച്, ആദർശമനുസരിച്ച് വളരാൻ നമ്മുടെ ബാല്യങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വൈവിധ്യമാർന്ന പരിപാടികൾ നടന്നു. അതിൻ്റെ സമാപനമാണ് ഇവിടെ നടക്കുന്നത്. ഈ സമാപന പരിപാടിയിൽ വെച്ച് നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായ രാമായണം പോലുള്ള ഇതിഹാസ കൃതികളെ അതിൻ്റെ യഥാർത്ഥ സത്തയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ശ്രേഷ്ഠ ഭാരത പരിപാടിയിലൂടെ മലയാളികൾക്കെല്ലാം പ്രിയങ്കരരും അതുപോലെ തന്നെ ആദരണീയരുമായി മാറിയ നമ്മുടെ ജില്ലക്കാർ തന്നെയായിട്ടുള്ള 2 ബാലന്മാർ ആദിദേവ്, രാഹുൽ, അവർക്ക് ലവകുശന്മാരുടെ പേരിലുള്ള പുരസ്കാരവും കൂടി ഇവിടെ സമർപ്പിക്കുന്നുണ്ട്. തീർച്ചയായും അർഹതയുള്ള കൈകളിലാണ് ഈ പുരസ്കാരം എത്തിച്ചേർന്നിരിക്കുന്നത്. വാത്മീകി ആശ്രമത്തിൽ വെച്ച്, അവിടെ തമസാ നദിയുടെ തീരത്ത് വെച്ച് കുഞ്ഞുനാളിൽ തന്നെ രാമകഥ പഠിക്കാനും പാടാനുമുള്ള അവസരം ലവകുശന്മാർക്കുണ്ടായി. അതേ സൗഭാഗ്യമാണ് ആദിദേവിനും രാഹുലിനും ഉണ്ടായത്. വളരെ കുഞ്ഞുനാളിൽ തന്നെ അമർചിത്രകഥകളൊക്കെ വായിക്കേണ്ട, ചെറിയ ചെറിയ പുസ്തകങ്ങൾ പഠിക്കേണ്ടുന്ന പ്രായത്തിൽ പക്ഷേ അവർ ഈ ഇതിഹാസ കാവ്യം അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അകക്കാമ്പ് ഗ്രഹിച്ചുകൊണ്ട് പഠിക്കുകയും പറയുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അത്തരം ഉചിത കരങ്ങളിൽ തന്നെ ഈ പുരസ്കാരം സമർപ്പിക്കപ്പെടുന്നത് ഉണ്ട് എന്നുള്ളത് ഈ ചടങ്ങിൻ്റെ ഏറ്റവും വലിയ ധന്യതയാണ്. ബാലഗോകുലം ഇതപര്യന്തമുള്ള അതിൻ്റെ പൂർവ്വകാലത്തെ സാംസ്കാരിക പരിപാടികളിൽ ഏറ്റവും ഉജ്ജ്വലമായ ഒന്നായി ഈ വിപൽ കാലഘട്ടത്തിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചത് ഏറ്റവും അഭിനന്ദനാർഹമാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചവരുള്ള ധന്യത അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്തേ. നമസ്തേ.
നമ്മളെ ആനന്ദത്തിൽ ആറടിക്കാൻ കണ്ണന്റെ വൃന്ദാവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ ഒരു ഗാനവുമായി കുമാരി ദേവപ്രിയ ആ ചേച്ചിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ചേച്ചി ദയവായി വന്നോളൂ. തുളസി കരിനുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി ഇന്നിന്നും ചാർത്താം ഞാൻ. തുളസി കരിനുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി ഇന്നിന്നും ചാർത്താം ഞാൻ. തുളസി കരിനുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി ഇന്നിന്നും ചാർത്താം ഞാൻ. തുളസി കരിനുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണ കണ്ണ കാർവർണ്ണൻ തന്നുടി നീനി കായാമ്പു പൂവിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം. കാർവർണ്ണൻ തന്നുടി വീണി കായാമ്പു പൂവിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം ആനന്ദം പരവേശം. കണ്ണാനിയാടിയ ലീലകളൊന്നോടെ ആടൂലേ കണ്ണാനിയാടിയ ലീലകൾ ഒന്നോടെ ആടൂലേ കണ്ണാനിയാടിയ ലീലകൾ ഒന്നോടെ ആടൂലേ ഒന്നോടെ ആടൂലേ കണ്ണാ 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 കണ്ണാ. തുളസി കരിനുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി ഇന്നിന്നും ചാർത്താം ഞാൻ. തുളസി കരിനുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണാ. ചന്തത്തിൽ കണ്ണെഴുതി ചന്ദന പൊട്ടും കുത്തി പൊന്മയിൽ പീലി കുത്തിയ കണ്ണാ നീ വിളയാടൂ. ചന്തത്തിൽ കണ്ണെഴുതി ചന്ദന പൊട്ടും കുത്തി പൊന്മയിൽ പീലി കുത്തിയ കണ്ണാ നീ വിളയാടൂ എന്നുള്ളിൽ വിളയാടൂ. കണ്ണാ നീ ആടിയ ലീലകളൊന്നോടെ ആടൂലേ കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നോടെ ആടൂലേ കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നോടെ ആടൂലേ ഒന്നോടെ ആടൂലേ കണ്ണാ 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 കണ്ണാ. തുളസി കരിനുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി ഇന്നിന്നും ചാർത്താം ഞാൻ. തുളസി കരിനുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണാ. പുല്ലാങ്കുഴലൂതി ഊതി കണ്ണാ കണ്ണാ പുല്ലാങ്കുഴലൂതി ഊതി കണ്ണാ കണ്ണാ
പുല്ലാങ്കുഴലൂതിയൂതി പൂവാലി പശുക്കളെ പുല്ലാങ്കുഴലൂതിയൂതി പൂവാലി പശുക്കളെ പുല്ലീരയുള്ളിടത്ത് മേയ്ക്കുവാൻ പോകുമ്പോൾ പുല്ലാങ്കുഴലൂതിയൂതി പൂവാലി പശുക്കളെ പുല്ലീരയുള്ളിടത്ത് മേയ്ക്കുവാൻ പോകുമ്പോൾ കണ്ണാനിയാടിയ ലീലകൾ കണ്ണാനിയാടിയ ലീലകൾ ഒന്നൂടി ആടോലേ കണ്ണാനിയാടിയ ലീലകൾ ഒന്നൂടി ആടോലേ കണ്ണാനിയാടിയ ലീലകൾ ഒന്നൂടിയാടൂലേ ഒന്നൂടിയാടൂലേ കണ്ണാ 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 തുളസി കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി ഇന്നിന്നും ചാർത്താം ഞാൻ തുളസി കതിർ നുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണാ. നമസ്തേ. നമ്മൾക്കേവർക്കും സുപരിചിതരായ കണ്ണൂരിൻ്റെ ലവകുശന്മാർ. ഇവരെക്കുറിച്ച് കൂടുതലൊന്നും വിവരിക്കേണ്ട ആവശ്യമില്ലെന്നറിയാം. ആധ്യാത്മിക തപോമണ്ഡലത്തിൻ്റെ സൂര്യതേജസ്കളായി വിളങ്ങി നിൽക്കുന്ന രാഹുലിനി മാധവേവിന് ബാലഗോകുലത്തിൻ്റെ ഈ വേദി വെച്ച് ലവകുശ പുരസ്കാരം നൽകി ആദരിക്കുന്നു. രാഹുൽ ആതിഥേവ് ദയവായി വന്നാൽ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്. നമസ്തേ. പി പരമേശ്വരൻ ജിയുടെ സ്മരണയിൽ നടത്തുന്ന പരമേശ്വരീയം രാമായണ കലോത്സവം എന്നുള്ള പരിപാടിയുടെ ഭാഗമായി ബാലഗോകുലത്തിൻ്റെ ലവകുശ പുരസ്കാരം ലഭിക്കാൻ ഭാഗ്യമുണ്ടായതിൽ അതിയായ സന്തോഷമുണ്ട്. ആദ്യം തന്നെ ഇങ്ങനെയൊരു പുരസ്കാരം തന്നതിൽ ബാലഗോകുലത്തിൻ്റെ എല്ലാ സംഘാടകർക്കും നന്ദി അർപ്പിക്കുകയാണ്. ഈ പുരസ്കാരം ഞങ്ങൾക്ക് നൽകിയത് സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സാറാണ്. അദ്ദേഹത്തിനും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. നമുക്കറിയാം, രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ അത് കാലാതീതമാണ്. രാമായണമെന്ന പേര് തന്നെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വാക്കാണ് രാമൻ എന്നുള്ള പേര്. ആരാണ് രാമൻ? നമുക്ക് പലപ്പോഴും അറിയില്ല ആരാണ് രാമൻ. ശ്രീരാമചന്ദ്രൻ ആരെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയും ഉത്തമനായ ഭഗവാൻ, ഉത്തമനായ പുത്രൻ, ഉത്തമനായ ഭർത്താവ്, ഉത്തമനായ പിതാവ്, അങ്ങനെ ഒരുപാട് മേഖലകളിൽ നമുക്ക് മാർഗദർശിയാണ്. പക്ഷേ ശരിയായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ആരാണ് ശ്രീരാമചന്ദ്രൻ എന്ന് ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായ ഉത്തരം നൽകുന്നത് ശ്രീരാമ പൂർവതാഭിന്യുപനിഷത്താണ്. അതിൽ പറയും, ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത് കേവലം ഒരു മനുഷ്യനല്ല. യോഗികൾ ഏത് അലൗകികമായ ചൈതന്യത്തിലാണോ രമിക്കുന്നത് ആ ചൈതന്യത്തിൻ്റെ പേരാണ് രാമൻ. അതായത് ഗുണങ്ങളുടെ നദികൾ ഏത് സാഗരത്തിലേക്കാണോ വന്നു ചേരുന്നത് ആ സാഗരത്തെ നമുക്ക് വിളിക്കാം ശ്രീരാമചന്ദ്രൻ എന്ന്. ഇത് ഉപനിഷത്തിൽ തന്നെ ശ്രീരാമചന്ദ്രനെ കുറിച്ച് പറയും. അദ്ദേഹത്തിൻ്റെ ഒരു കയ്യിൽ ധനുർവിദ്യയും മറ്റൊരു കയ്യിൽ ജ്ഞാനമുദ്രയുമാണ്. ഇങ്ങനെയൊരു രൂപത്തിൽ അവതരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനൊരു രൂപത്തിൽ പറയപ്പെടുന്ന അവതാരങ്ങൾ വളരെ ചുരുക്കമാണ്, അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രൻ മാത്രമാണുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ, രാമായണത്തിൻ്റെ പ്രസക്തിയെപ്പറ്റി പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമ്മൾ പഠിക്കേണ്ടതാണ്, ആചരിക്കേണ്ടതാണ്, പ്രചരിപ്പിക്കേണ്ടതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ കേവലം ഒരു കർക്കിടക മാസത്തിൽ മാത്രം തുറന്നു നോക്കി കർക്കിടക മാസം കഴിയുമ്പോൾ വീടിൻ്റെ അലമാരയിൽ പൊടി പിടിച്ച് കിടക്കുവാനുള്ളൊരു സാധനമാണ് എന്നുള്ള തെറ്റിദ്ധാരണ ഇപ്പോഴും മാറ്റുക. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയവും നമ്മൾ പഠിക്കേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും ആചരിക്കേണ്ടതുമാണ് രാമായണം.
രാമായണത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പറയുമ്പോൾ വാൽമീകി മുനി പറയും, യാവത് സ്ഥാസ്യന്തി ഗിരിയ സരിതശ്ച മഹീതലേ താവത് രാമായണ കഥാലോകേഷു പ്രചരിഷ്യത്തി എന്ന്. സരിത്തുക്കളും സാഗരങ്ങളും ഉന്നതങ്ങളായ ഗിരിനിരകളും ഉള്ളിടത്തോളം കാലം ഈ രാമായണ കഥയും ലോകത്ത് നിലനിൽക്കും. രാമായണ കഥ നിലനിൽക്കുന്നിടത്തോളം കാലം ബാലഗോകുലം പോലുള്ള സജ്ജന സംഘങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിൽ രാമായണ പരിപാടികളും രാമായണ പഠനങ്ങളും രാമായണ പാരായണങ്ങളും ഒക്കെ നടക്കും. ഈ ഒരു കർക്കിടക മാസം കൊണ്ട് നമ്മുടെ രാമായണ പഠനമോ നമ്മുടെ രാമായണ പാരായണമോ ഒന്നും അവസാനിക്കുന്നില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. ബാലഗോകുലത്തിൻ്റെ എല്ലാ അംഗങ്ങളിലൂടെയും നമ്മുടെ സംസ്കാരം, നമ്മുടെ രാമായണം, നമ്മുടെ ഇതിഹാസങ്ങളൊക്കെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കുന്നു. ഒരിക്കൽ കൂടി ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും നന്ദി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഹരി ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ നമഃ. സർവവേദാന്ത സിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. ഹരി ഓം തത്സത്. ബാലഗോകുലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കേരള ബാല്യത്തിന് ഒരു ധർമ്മസന്ദേശം എന്നുള്ള രീതിയിലാണ് ബാലഗോകുലം ഇവിടെ ലവകുശ അവാർഡും അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ രാമതത്വത്തെ എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട പരിപാടികളും നടത്തുന്നത്. ശ്രീരാമനെ ചിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ രാമനാമം എന്ന് പറയുന്നത് താരക ബ്രഹ്മമന്ത്രമാണ്. സകല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ സാധിക്കുന്ന ആ രാമമന്ത്രം ജപിക്കുന്നതിലൂടെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ സകല പാപങ്ങളും നശിക്കുന്നതാണ്. അതുകൊണ്ടാണ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത്, ഇതം പവിത്രം പാപജ്ഞം പുണ്യം വേദേശ്ച സംഹിതം എപ്പടേത് രാമചരിതം സർവപാപൈ പ്രമുച്യത്തെ എന്ന്. ഇത് പഠിക്കൂ, ഈ രാമകഥ പഠിപ്പൂ. ഇത് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ സകല പാപങ്ങളും നശിക്കും, നിങ്ങളുടെ മനസ്സ് ശാന്തമാകും, സമാധാനപൂർണ്ണമാകും എന്ന് പറയുന്നത്. ഈ കർക്കിടക മാസ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഈ കോവിഡ് കാലഘട്ടത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആയിട്ട് ഒരു ഭാഗത്ത് മഴ വരുന്നു, മറുഭാഗത്ത് കോവിഡ് കേസുകൾ കൂടിക്കൂടി വരുന്നു മുതലായ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ തളർത്തുകയല്ല, മറിച്ച് ഉയർത്തുകയാണ് വേണ്ടത് എന്ന് രാമായണം പഠിപ്പിക്കുന്നു. അതായത് കോവിഡും അതുപോലെ തന്നെ പേമാരിയും ഒക്കെ നമ്മെ ദുരിതത്തിലാഴ്ത്തുമ്പോഴും നമ്മുടെ മനസ്സ് തളർന്നില്ല എങ്കിൽ നമുക്ക് ആ പ്രശ്നത്തെയൊക്കെ മറികടക്കുവാൻ സാധിക്കും. ഈ സമയവും കടന്നു പോകും എന്ന ചിന്തയിൽ നമ്മൾ മുന്നേറുകയാണ് എന്നുണ്ടെങ്കിൽ ഈ കോവിഡൊന്നും ഒരു കോവിഡല്ല, ഈ പ്രളയമൊന്നും ഒരു പ്രളയമല്ല. നമുക്കിതിനെയൊക്കെ തരണം ചെയ്യുവാൻ സാധിക്കും. അതുപോലെ തന്നെ സംഗീതത്തിൻ്റെ കുലപതിയായ സാക്ഷാൽ രാമചന്ദ്രൻ, കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ എന്ന സാറിൽ നിന്ന് ഇത്തരമൊരു ലവകുശ പുരസ്കാരം നേടാൻ സാധിച്ചത് ഏറ്റവും വലിയ സന്തോഷാവഹമായ കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, വത്സൻ തില്ലങ്കേരി എന്ന ആ മഹത് വ്യക്തിത്വം ഇവിടെ ഉണ്ടായത് ഞങ്ങൾക്ക് ആനന്ദം പകരുകയും ചെയ്യുന്നു. പരമേശ്വർജിയുടെ ശ്രീ പരമേശ്വരീയം എന്ന പേരിൽ ബാലഗോകുലം നടത്തുന്ന ഇത്തരമൊരു പരിപാടിക്ക് സകലവിധ ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട് എന്ന് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഹരി ഓം തത്സത്. നമ്മളോട് സംസാരിക്കുന്നത് ബാലഗോകുലം സംസ്ഥാന കാര്യദർശി ശ്രീ പ്രജിത് മാസ്റ്ററാണ്. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. മാഷ് ദയവായി വന്നാൽ. എല്ലാവർക്കും നമസ്കാരം. കേരള ബാല്യത്തിന് കിളിപ്പാട്ടിൻ്റെ കരുതൽ എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചിട്ടുള്ള പരമേശ്വരീയം രാമായണ കലോത്സവത്തിൻ്റെ സമാപന സഭയിലാണ് നാം ഉള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ കരങ്ങളാൽ മുഖരിതമായിട്ടുള്ള അധ്യാത്മരാമായണം കിളിപ്പാട്ടിനെ അടിസ്ഥാനമാക്കി ശിശു, ബാല, കിഷോർ വിഭാഗങ്ങൾക്ക് അതോടൊപ്പം പ്രവർത്തകർക്കും വിവിധങ്ങളായ മത്സരങ്ങൾ കഴിഞ്ഞ 32 ദിനങ്ങളിലായി നടന്നു വരികയാണ്. അതിൻ്റെ സമാപനമാണ് ഇന്നലെ ആചാര്യവന്ദനത്തോടുകൂടി കേരളത്തിൽ സമാപിക്കുന്നത്. ഇന്ന് ഇതിൻ്റെ ഔപചാരികമായ സമാപന ചടങ്ങ് കേരളത്തിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള
ശ്രേഷ്ഠ ഭാരതം എന്ന പരിപാടിയിൽ കൂടി രാമായണത്തിൻ്റെ ലവകുശന്മാരായി, ലോകത്തിൻ്റെ ലവകുശന്മാരായിട്ടുള്ള മാസ്റ്റർ രാഹുൽ, മാസ്റ്റർ ആദിദേവ് എന്നിവർക്ക് ബാലഗോകുലം ലവകുശ പുരസ്കാരം നൽകിക്കൊണ്ട് ഈ കണ്ണൂരിൽ ആദരിക്കുകയാണ്. ലോകത്തെമ്പാടുമുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുവർണ നിമിഷമാണ് ഇത്. 32 ദിനങ്ങളിലായി 64 പാരായണങ്ങളും 64 പ്രഗത്ഭരുടെ പ്രഭാഷണങ്ങളും സംപൂജ്യ ചിദാനന്ദപുരി സ്വാമികൾ, അധ്യാത്മാനന്ദ സരസ്വതി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കേരളത്തിലെ പ്രഗത്ഭരായ സന്യാസി ശ്രേഷ്ഠന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയുമെല്ലാം സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള സാംസ്കാരിക തീർത്ഥയാത്രയ്ക്കാണ് ഇന്നിവിടെ സമാപനം കുറിക്കാൻ വേണ്ടി പോകുന്നത്. ആധുനിക സമൂഹത്തിൻ്റെ ലവകുശന്മാരാണ് ബാലഗോകുലം. ബാലഗോകുലത്തിൻ്റെ വാൽമീകിയാണ് മാന്യ MA സാർ. മാന്യ MA സാറുടെ അനുഗ്രഹ ഭാഷണം നമ്മുടെ ഈ സഭയെ ധന്യമാക്കുകയാണ്. ഈ പരിപാടിയെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ നവമാധ്യമങ്ങളിൽ ഫേസ്ബുക്ക്, യൂട്യൂബ് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഈ കൊറോണ കാലത്തെ വിരസത ഒഴിവാക്കുവാൻ വേണ്ടി ബാലഗോകുലം കേരളത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി ലോകം മുഴുവൻ ഒരു ചരിത്ര സംഭവമായി നമ്മുടെ മുന്നിലേക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ പരിപാടിയിൽ എല്ലാ തരത്തിലുള്ള പങ്കാളിത്തം കൊണ്ടും വിശിഷ്യ കുരുന്നു പ്രതിഭകൾ തങ്ങളുടെ കഴിവുകൾ രാമായണത്തിൽ കൂടി മലയാളികൾക്ക് പരിചയപ്പെടുത്തുകയാണ്. കണ്ണൻ്റെ ഊരായ കണ്ണൂരിൽ നടക്കുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയെ ക്ഷണിക്കുന്നു. നമസ്കാരം. അടുത്തതായി നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ, ഏവർക്കും പ്രിയങ്കരനായ കലാപ്രതിഭയും സർവോപരി സിനിമാ താരവുമായ ശ്രീ വിനീത് ശ്രീനിവാസിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വിനീതേട്ട, എല്ലാവർക്കും നമസ്കാരം. ബാലഗോകുലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കർക്കിടക മാസം പരമേശ്വരിയം രാമായണ കലോത്സവം ഓൺലൈനിൽ നടക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് ഒരുപാട് കുട്ടികൾ പല പല മത്സര പരിപാടികളിൽ ദിവസവും പങ്കെടുക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. പാരായണവും പ്രഭാഷണവും ഒക്കെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ശ്രേഷ്ഠ ഭാരത പ്രതിഭകളായ 2 വിദ്യാർത്ഥികൾക്ക് ലവകുശ പുരസ്കാരവും നൽകുന്നു എന്ന് കേട്ടു. അപ്പോൾ ഈ പരിപാടിയുടെ സമാപനം ഓഗസ്റ്റ് 16 കണ്ണൂരിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ എൻ്റെ എല്ലാ പിന്തുണയും ഈ പരിപാടിക്ക് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ ഈ സമാപന ചടങ്ങിന് പുരസ്കാരങ്ങൾ ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ആശംസകൾ. സമാപന ചടങ്ങിന് എൻ്റെ എല്ലാവിധ ആശംസകളും. നമസ്കാരം. നമുക്ക് അനുഗ്രഹം ചൊരിയാനായി, നമ്മളോട് സംസാരിക്കുവാനായി ബാലഗോകുലത്തിൻ്റെ സ്ഥാപകനായ ശ്രീ MA കൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. സാർ, ദയവായി വന്നാലും. 1982 വിശാല ഹിന്ദു സമ്മേളനം എന്ന പേരിലൊരു മഹാസമ്മേളനം. ആ സമ്മേളനത്തിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്ത ഒരു വിഷയം കേരളത്തിന് അഭിമാനിക്കാവുന്ന അച്യുതാചാര്യൻ്റെ രാമായണം അത് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ സാധിക്കണം. അതുകൊണ്ട് കർക്കിടക മാസം രാമായണ മാസമായിട്ട് നിശ്ചയിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് മറ്റത്. ഈ പരമേശ്വരൻ അത് ശ്രദ്ധയോടുകൂടി എടുത്ത് ഒരു പത്രപ്രസ്താവന വഴി കേരളീയരെ കർക്കിടക മാസം രാമായണ മാസമായിട്ട് നിശ്ചയിക്കുക, വീടുകളിൽ രാമായണ പാരായണം പ്രചരിപ്പിക്കുക, ഇത് ചെയ്യണമെന്നായിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ്. സ്വാഭാവികമായിട്ട് പുരോഗമന സാഹിത്യക്കാരുടെ പ്രാധാന്യമുള്ള ഒരു നാടാണല്ലോ കേരളം. പുരോഗമനക്കാരെ എതിർത്ത് വന്നു. പക്ഷേ ആ എതിർപ്പ് പരമേശ്വരിക്ക് കുറച്ചുകൂടി സന്തോഷമായി. എതിർപ്പ് വരികയാണെങ്കിൽ നമുക്കൊരു നല്ല കാര്യം ജനങ്ങളോട് വളരെ വിശുദ്ധമായിട്ട് പറയാൻ സാധിക്കും. നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് വിചാരിക്കും സമൂഹം, അത് പ്രചരിപ്പിക്കുകയും ചെയ്യും. പരമേശ്വരൻ വിശാല
സമ്മേളനത്തിൻ്റെ നിർദ്ദേശമായ രാമായണ മാസ ആചരണത്തിന് മുന്നിട്ടിറങ്ങി. ആ മുന്നിട്ടിറങ്ങിയതനുസരിച്ചിട്ട് കേരളത്തിലുടനീളം നമ്മുടെ ആളുകൾ രാമായണം വാങ്ങാനും വായിക്കാനും തുടങ്ങി. ആ പ്രചരണം നല്ല രീതിയിൽ ജനങ്ങൾ ഏറ്റെടുത്തു. രാമായണ പാരായണം സാർവത്രികമായി. ഇന്ന് ഇക്കാലത്ത് ഈ വർഷം നമ്മൾ ഒരു കർക്കിടക മാസമാണ്. ഇപ്പോഴും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പല വീടുകളിലും രാമായണം എത്തിക്കഴിഞ്ഞു. വൈകുന്നേരം രാമായണം വായിക്കുന്നുണ്ട്. അതനുസരിച്ചിട്ട് രാമായണം എന്ന് പറയുന്ന ഒരു പുസ്തകം നമ്മുടെ പുസ്തകധാരകളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ രാമായണ മാസാചരണം, രാമായണ പ്രചരണം, അതുപോലെ ശ്രീരാമചന്ദ്രൻ്റെ ചരിതം. ശ്രീരാമചന്ദ്രൻ ആരാണെന്ന് മനസ്സിലാക്കലേ അങ്ങനെയുള്ള ഏതാനും ഗുണം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. പരമേശ്വരജി അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞതുകൊണ്ട് നമ്മുടെ രാമായണ മാസാചരണത്തിൽ പുറകോട്ട് പോയി വിചാരിക്കരുത്. പരമേശ്വരജിയെ ആദരിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് രാമായണ മാസ ആചരണം, രാമായണ പ്രചരണം എന്ന് മനസ്സിലാക്കി എല്ലാവരും ഈ രാമായണ മാസത്തിൽ പാരായണം ഓം സർവേഭിः സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാൻ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖമാപ്നുയാത്. ഓം ശാന്തി ശാന്തി ശാന്തി.